Morning, my dear students. In this video, we are discussing about the topic electronics mail. Electronic mail is often referred to as email, and it is a method used for exchanging digital messages. നമുക്കറിയാം ഇമെയിൽ എന്ന് അല്ലേ, അതിൻ്റെ ഒരു എക്സ്പാൻഷനാണ്. അതായത് ഇലക്ട്രോണിക് മെയിൽ എന്ന് പറയുന്നതാണ് ഇമെയിൽ. അതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എക്സ്ചേഞ്ചിങ് ഡിജിറ്റൽ മെസ്സേജസ്. ഇലക്ട്രോണിക് മെയിൽ ഈസ് മെയിൻലി ഡിസൈൻഡ് ഫോർ ഹ്യൂമൻ യൂസ്. It allows a message to include text, image, audio as well as videos. നമുക്കറിയാം, നമുക്ക് ഇമെയിൽ അയക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ അതിൽ ടെക്സ്റ്റുകൾ, അതുപോലെ ഇമേജസുകൾ, ഓഡിയോസ്, വീഡിയോസൊക്കെ നമുക്ക് അറ്റാച്ച് ചെയ്ത് അയക്കാൻ വേണ്ടി പറ്റും. ദിസ് സർവീസ് അലോസ് വൺ മെസ്സേജ് ടു ബി സെൻഡ് ടു വൺ ഓർ മോർ ദാൻ വൺ റെസിപ്പിയൻറ്റ്. അതായത് നമുക്ക് ഒരാൾക്ക് ഒന്നോ അതിലധികമോ റെസിപ്പിയൻറ്റ് മെസ്സേജുകൾ, ഈ ഇമെയിൽ മെസ്സേജുകൾ സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരാൾക്ക് മാത്രമല്ല, എത്ര വേണമെങ്കിലും റെസിപ്പിയൻസിനെ നമുക്കതിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ദ ഇമെയിൽ സിസ്റ്റം ആർ മെയിൻലി ബേസ്ഡ് ഓൺ ദി സ്റ്റോർ ആൻഡ് ഫോർവേഡ് മോഡൽ, വെയർ ദി ഇമെയിൽ സെർവർ സിസ്റ്റം അക്സെപ്റ്റ്, ഫോർവേഡ്സ്, ഡെലിവർ ആൻഡ് സ്റ്റോർ ദി മെസ്സേജ് ഓൺ ബിഹാഫ് ഓഫ് യൂസേഴ്സ് ഹു ഓൺലി നീഡ് ടു കണക്ട് ടു ദി ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ദി ഇമെയിൽ. അപ്പോൾ ഈ ഇമെയിൽ സിസ്റ്റം അയക്കണമെങ്കിൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജ് പർട്ടിക്കുലർ റെസിപ്പിയൻ്റെ ഭാഗത്ത് എത്തിച്ചേരണമെങ്കിൽ ആ റെസിപ്പിയൻ്റ് അവിടെ ഓൺലൈൻ ആകണമെന്നൊന്നും നിർബന്ധമില്ല. നമ്മൾ ഈ മെസ്സേജുകൾ അല്ലെങ്കിൽ ഓഡിയോ, വീഡിയോ, ടെക്സ്റ്റ് ഫയൽസുകളൊക്കെ സെൻഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം അവരെന്താ ചെയ്യുക? നമ്മൾ പറയുന്ന ആ റെസിപ്പിയൻറ്റിൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് അത് ഫോർവേഡ് ചെയ്യുന്നു. അത് ഡെലിവേർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു റെസിപ്പിയൻ്റ് ആ ഒരു മെയിൽ ഓപ്പൺ ആക്കിയാലും ഇല്ലെങ്കിലും ആ ഒരു മെസ്സേജ് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും അല്ലേ. അപ്പോൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ആ ഒരു റെസിപ്പിയൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ ആ ഒരു മെയിൽ ഡിലീറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ അത് അവിടെ തന്നെ കീപ്പ് ചെയ്യുകയും ചെയ്യാം. ദ പേഴ്സൺ ഹു സെൻഡ് ദി ഇമെയിൽ ഈസ് റിഫേർഡ് ടു ആസ് ദി സെൻഡർ, വൈൽ ദി പേഴ്സൺ ഹു റിസീവ്സ് ആൻ ഇമെയിൽ ഈസ് റിഫേർഡ് ടു ആസ് ദി റെസിപ്പിയൻറ്റ്. നമ്മൾ സെൻഡ് ചെയ്യുന്ന ആൾക്ക് പറയുന്ന പേരാണ് സെൻഡറും, ദെൻ മെയിൽ റിസീവ് ചെയ്യുന്ന ആൾക്ക് പറയുന്ന പേരാണ് റെസിപ്പിയൻ്റ് എന്നും. ദ നീഡ് ഓഫ് ആൻ ഇമെയിൽ, എന്താണ് ഇമെയിലിൻ്റെ ആവശ്യം? ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. By making use of email, we can send any message at any time to anyone. നമുക്ക് ഏത് മെസ്സേജ് വേണമെങ്കിലും, ആർക്ക് വേണമെങ്കിലും, എത്ര റെസിപ്പിയൻസ് വേണമെങ്കിലും നമുക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. We can send the same message to several persons at the same time. It is very fast and efficient way of transferring information. The email system is very fast as compared to the postal system. Informations can be easily forwarded to co-workers without retyping it. Co-workers എന്ന് വെച്ചാൽ കൂടെയുള്ള വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ പിയേഴ്സിന്, ഇപ്പോൾ നമ്മൾ സെൻഡ് ചെയ്യുന്ന ആൾക്ക് സെൻഡർ എന്നും റിസീവ് ചെയ്യുന്ന ആൾക്ക് റെസിപ്പിയൻ്റ് എന്നുമാണ് പറയുന്നത് അല്ലേ. അപ്പം നമ്മുടെ ഇൻഫർമേഷൻസ് കോവർക്കേഴ്സിനോ അല്ലെങ്കിൽ എത്ര റെസിപ്പിയൻസിനെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യാം. വീണ്ടും അതിനെ റീടൈപ്പ് ചെയ്യാതെ തന്നെ ഫോർവേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ഇതൊരു പോസ്റ്റൽ മെസ്സേജിനേക്കാളും വെരി ഫാസ്റ്റായിട്ട് ഇൻഫർമേഷൻസ് എത്തിക്കാൻ പറ്റിയ ഒരു മെത്തേഡാണിത്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇമെയിലിൻ്റെ യൂസേജ് എന്തൊക്കെ അല്ലേ. കമ്പോണൻറ്റ്സ് ഓഫ് ഇമെയിൽ സിസ്റ്റം. ദി ബേസിക് കമ്പോണൻറ്റ്സ് ഓഫ് ആൻ ഇമെയിൽ സിസ്റ്റം ആർ ആസ് ഫോളോസ്. 3 കമ്പോണൻറ്റ്സ് ആണ് ഇമെയിൽ സിസ്റ്റം ഉള്ളത്. 1 യൂസർ ഏജൻറ്റ്, 2 മെസ്സേജ് ട്രാൻസ്ഫർ ഏജൻറ്റ്, 3 മെസ്സേജ് ആക്സസ് ഏജൻറ്റ്. അപ്പം യൂസർ ഏജൻറ്റ്, മെസ്സേജ് ട്രാൻസ്ഫർ ഏജൻറ്റ്, മെസ്സേജ് ആക്സസ് ഏജൻറ്റ്. UA എന്ന് പറയുന്നത് യൂസർ ഏജൻറ്റ്, മെസ്സേജ് ട്രാൻസ്ഫർ ഏജൻറ്റ് എന്ന് പറയുന്നത് MTA, മെസ്സേജ് ആക്സസ് ഏജൻറ്റ് എന്ന് പറയുന്നത് MAA. ഫസ്റ്റ് വൺ യൂസർ ഏജൻറ്റ്. ഇറ്റ് ഈസ് എ പ്രോഗ്രാം ദാറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ടു സെൻഡ് ആൻഡ് റിസീവ് ആൻ ഇമെയിൽ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇമെയിൽ റീഡർ. യൂസർ ഏജൻറ്റ് ഈസ് യൂസ്ഡ് ടു കമ്പോസ്, സെൻഡ് ആൻഡ് റിസീവ് ഇമെയിൽസ്. ഇപ്പോൾ യൂസർ ഏജൻറ്റ് എന്ന് പറയുന്നത് ഇതൊരു പ്രോഗ്രാമാണ്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇമെയിലുകൾ സെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ റിസീവ് ചെയ്യാൻ വേണ്ടിയുമാണ്. ഇതിന് മറ്റൊരു പേരും കൂടിയുണ്ട്, ഇമെയിൽ റീഡർ എന്നും ഈ യൂസർ ഏജൻറ്റിനെ പറയാറുണ്ട്. ഈ യൂസർ ഏജൻറ്റിൻ്റെ ജോബ് എന്തെന്ന് വെച്ചാൽ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു കമ്പോസ്. നമ്മുടെ മെയിൽ ആദ്യമേ ടൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം, ജിമെയിലിൽ കയറി കഴിഞ്ഞാൽ കമ്പോസ് ആണ് ചെയ്യുക അല്ലേ. കമ്പോസ് എന്ന് പറയുന്ന ഒരു ബട്ടണെ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്ത് നമ്മുടെ സബ്ജക്റ്റ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ എന്താണോ മെയിലിൽ എഴുതാൻ ഉദ്ദേശിക്കുന്ന കണ്ടൻറ്റ്, ഇനി ഇമേജസ് ആണെങ്കിൽ ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യാം, ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്യാം. ദെൻ എന്നിട്ട് എന്താ ചെയ്യേണ്ട? റെസിപ്പിയൻറ്റിൻ്റെ അഡ്രസ്സും വെച്ചിട്ട് നമ്മൾ മെയിൽ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ യൂസർ ഏജൻറ്റ് പ്രോഗ്രാം ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദി ഫസ്റ്റ് കമ്പോണൻറ്റ് ഓഫ് ആൻ ഇമെയിൽ. ഇമെയിലിൻ്റെ ആദ്യത്തെ കമ്പോണൻ്റ് ആണ് യൂസർ ഏജൻറ്റ് എന്ന് പറയുന്നത്. യൂസർ ഏജൻറ്റ് ഓൾസോ ഹാൻഡിലിംഗ് ദി മെയിൽ ബോക്സസ്. ഈ മെയിൽ ബോക്സസിനെ ഹാൻഡിൽ ചെയ്യുന്ന ജോബാണ് യൂസർ ഏജൻറ്റിനുള്ളത്. ദി യൂസർ ഏജൻറ്റ് മെയിൻലി പ്രൊവൈഡ് സർവീസസ് ടു ദി യൂസർ ഇൻ ഓർഡർ ടു മേക്ക് ദി സെൻഡിങ് ആൻഡ് റിസീവിങ് പ്രോസസ് ഓഫ് മെസ്സേജ് ഈസിയർ. നമുക്കറിയാം, സെൻഡ് ചെയ്യുക, അതുപോലെ തന്നെ മെസ്സേജ്
റിസീവ് ചെയ്യുക തുടങ്ങിയ പ്രോസസ്സുകളൊക്കെ മാനേജ് ചെയ്യുന്ന പ്രോഗ്രാമാണ് ഈ യൂസർ ഏജൻറ്റ് എന്ന് പറയുന്നത്. ഗിവൺ ബിലോ ആർ സം സർവീസ് പ്രൊവൈഡ് ബൈ ദി യൂസർ ഏജൻറ്റ്: റീഡിംഗ് ദി മെസ്സേജ്, റിപ്ലൈങ് ദി മെസ്സേജ്, കമ്പോസിങ് ദി മെസ്സേജ്, ഫോർവേഡിംഗ് ദി മെസ്സേജ്, ഹാൻഡ്ലിംഗ് ദി മെസ്സേജ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സർവീസുകളാണ് യൂസർ ഏജൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് റീഡ് ചെയ്യാം, അതുപോലെ തന്നെ റിപ്ലൈ കൊടുക്കാം, അതുപോലെ തന്നെ പുതിയൊരു മെസ്സേജ് ക്രിയേറ്റ് ചെയ്യാം, അതിനാണ് കമ്പോസിങ് എന്ന് പറയുന്നത്. ദെൻ ഫോർവേഡിംഗ്, വന്നിരിക്കുന്ന മെസ്സേജ് വേറെ ആർക്കെങ്കിലും ഫോർവേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ഹാൻഡിൽ ദി മെസ്സേജ്. ഈ കാര്യങ്ങളൊക്കെയാണ് യൂസർ ഏജൻറ്റിൻ്റെ ജോബ് എന്ന് പറയുന്നത്. ദെൻ മെസ്സേജ് ട്രാൻസ്ഫർ ഏജൻറ്റ് അടുത്ത കമ്പോണൻ്റ് ആണ് MTA. The actual process of transferring the email is done through the message transfer agent. ആ പേരിൽ തന്നെയാണ് ഒരു മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ. അപ്പം നമ്മുടെ ഇമെയിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ മാനേജ് ചെയ്യുന്ന ആരാണ്? ഈ മെസ്സേജ് ട്രാൻസ്ഫർ ഏജൻ്റ് ആണ്. ഇൻ ഓർഡർ ടു സെൻഡ് ആൻ ഇമെയിൽ എ സിസ്റ്റം മസ്റ്റ് ഹാവ് ആൻ MTA ക്ലയൻറ്റ്. ഒരു മെയിൽ സെൻഡ് ചെയ്യണമെങ്കിൽ സിസ്റ്റത്തിൽ മസ്റ്റായിട്ടും എന്തുണ്ടായിരിക്കണം? ഒരു മെസ്സേജ് ട്രാൻസ്ഫർ ഏജൻറ്റ് ക്ലയൻറ്റ് ഉണ്ടായിരിക്കണം. ഇൻ ഓർഡർ ടു റിസീവ് ആൻ ഇമെയിൽ ദി സിസ്റ്റം മസ്റ്റ് ഹാവ് ആൻ MTA സെർവർ. അപ്പോൾ സെൻഡ് ചെയ്യണമെങ്കിൽ ഒരു MTA ക്ലയൻറ്റ് നമുക്കുണ്ടായിരിക്കണം അല്ലേ, എങ്കിലല്ലേ മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആർക്കാണ് സെൻഡ് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ MTA ക്ലയൻറ്റ് ഉണ്ടായിരിക്കണം. ഇനി നമുക്കൊരു മെസ്സേജ് റിസീവ് ചെയ്യണമെങ്കിൽ നമുക്കൊരു MTA സെർവറും ഉണ്ടായിരിക്കണം. അടുത്തത് ദി പ്രോട്ടോകോൾ ദാറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ടു ഡിഫൈൻ ദി MTA ക്ലയൻറ്റ് ആൻഡ് MTA സെർവർ ഓൺ ദി ഇൻ്റർനെറ്റ് ഈസ് കോൾഡ് SMTP. അപ്പോൾ ഈ MTA ക്ലയൻറ്റിനെയും, അതായത് മെസ്സേജ് സെൻഡ് ചെയ്യണമെങ്കിൽ വി മസ്റ്റ് ഹാവ് ആൻ MTA ക്ലയൻറ്റ്, ദെൻ റിസീവ് ചെയ്യണമെങ്കിൽ വി മസ്റ്റ് ഹാവ് ആൻ MTA സെർവർ. അപ്പോൾ ഈ സെൻഡ് ചെയ്യുക, റിസീവ് ചെയ്യുക, MTA ക്ലയൻറ്റ് ആൻഡ് MTA സെർവർ ഓൺ ദി ഇൻ്റർനെറ്റ് ഈസ് കോൾഡ് SMTP. അപ്പോൾ ഇതിനൊരു പ്രോട്ടോകോൾ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോട്ടോകോളാണ് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്, SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ദി SMTP മെയിൻലി ഡിഫൈൻസ് ഹൗ ദി കമാൻഡ്സ് ആൻഡ് റെസ്പോൺസ് മസ്റ്റ് ബി സെൻഡ് ബാക്ക് ആൻഡ് ഫോർത്ത്. അപ്പോൾ ഈ SMTP ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജ് MTA ക്ലയൻറ്റിൽ എത്തിച്ചേരുന്നു, അതുപോലെ തന്നെ അവിടെ നിന്നും സെൻഡ് ചെയ്യുന്ന റിപ്ലൈയെ നമ്മുടെ MTA സെർവറിൽ എത്തിച്ചേരുന്നു. അപ്പോൾ ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് SMTP എന്ന് പറയുന്നത്. അപ്പം SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ദി SMTP സ്റ്റാൻഡ്സ് ഫോർ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. SMTP ഈസ് എ സെറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഗൈഡ്ലൈൻസ് ദാറ്റ് അലോ സോഫ്റ്റ്വെയർ ടു ട്രാൻസ്മിറ്റ് ആൻ ഇലക്ട്രോണിക് മെയിൽ ഓവർ ദി ഇൻ്റർനെറ്റ് ഈസ് കോൾഡ് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അപ്പോൾ SMTP എന്ന് വെച്ചാൽ എന്താണ്? ഇതൊരു സെറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഗൈഡ്ലൈൻസ് ആണ്. ഇതുവഴി ഒരു സോഫ്റ്റ്വെയറിനെ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഈ ഇമെയിലിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് ഇൻ്റർനെറ്റ് വഴി പർട്ടിക്കുലർ MTA ക്ലയൻറ്റിൽ എത്തിച്ചേരുക. അതാണ് ഈ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളിൻ്റെ ജോബ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോഗ്രാം യൂസ്ഡ് ഫോർ സെൻഡിങ് മെസ്സേജ് ടു അതർ കമ്പ്യൂട്ടർ യൂസേഴ്സ് ബേസ്ഡ് ഓൺ ഇമെയിൽ അഡ്രസ്സ്. നമ്മൾ ആ ഇമെയിലിൽ പറയുന്ന അഡ്രസ്സിനെ ബേസ് ചെയ്ത് നമ്മുടെ MTA സെർവറിൽ നിന്നും പർട്ടിക്കുലർ MTA ക്ലയൻറ്റിലേക്ക് നമ്മുടെ മെസ്സേജ് എത്തിച്ചേർക്കുക എന്നുള്ള ജോബാണ് ഈ SMTP പ്രോട്ടോക്കോളിന് ഉള്ളത്. ഇറ്റ് പ്രൊവൈഡ് എ മെയിൽ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ യൂസേഴ്സ് ഓൺ ദി സെയിം ഓർ ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇറ്റ്സ് ഓൾസോ സപ്പോർട്ട്. അപ്പോൾ ഇതെന്തിനാണ്? മെയിൽ എക്സ്ചേഞ്ച് ആണ് അല്ലേ. യൂസേഴ്സ് ഓൺ ദി സെയിം ഓർ ഡിഫറെൻറ്റ് കമ്പ്യൂട്ടർ, ഒരു കമ്പ്യൂട്ടർ തന്നെ ഉള്ള യൂസേഴ്സിനെ അല്ല, മെയിൽസിനെ അല്ല എക്സ്ചേഞ്ച് ചെയ്യുന്നത്. മെയിൽസ് എന്ന് വെച്ചാൽ ഒരു കമ്പ്യൂട്ടർ തന്നെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കല്ല മെയിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഈ ഒരു മെയിൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇറ്റ് ക്യാൻ സെൻഡ് എ സിംഗിൾ മെസ്സേജ് ടു വൺ ഓർ മോർ റെസിപ്പിയൻ്റ്. അപ്പോൾ ഇതിൻ്റെ ജോബ് എന്താണ്? നമ്മൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജോ ഒന്നോ അതിലധികമോ ആൾക്കാർക്ക് എത്തിച്ചേർക്കുക. സെൻഡിങ് മെസ്സേജ് ക്യാൻ ഇൻക്ലൂഡ് ടെക്സ്റ്റ്, വോയിസ്, വീഡിയോ ഓർ ഗ്രാഫിക്സ്. ഇതിൻ്റെ അകത്ത് ടെക്സ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാം, വീഡിയോ ഉണ്ട്, വോയിസ് ഉണ്ട്, ഗ്രാഫിക്സും ഇൻക്ലൂഡ് ചെയ്യാം. ഇറ്റ് ക്യാൻ ഓൾസോ സെൻഡ് ദി മെസ്സേജ് ഓൺ നെറ്റ്വർക്ക്സ് ഔട്ട്സൈഡ് ദി ഇൻ്റർനെറ്റിന് പുറത്തുള്ള ആൾക്കും മെസ്സേജസുകൾ, ഒരു നെറ്റ്വർക്കിൻ്റെ കീഴിലുള്ള ഹോസ്റ്റുകൾക്ക് മാത്രമല്ല, ഒരു നെറ്റ്വർക്കിൽ നിന്നും അടുത്ത നെറ്റ്വർക്കിലേക്കുമുള്ള, അതാണ് ഇൻട്രാ ഡൊമൈൻ ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഇൻ്റർ ഡൊമൈനും ഇൻട്രാ ഡൊമൈനും ഓട്ടോണോമസ് സിസ്റ്റംസ്. അപ്പം ഒന്നോ അതിലധികം, അതായത് ഒരു നെറ്റ്വർക്കിൻ്റെ കീഴിലുള്ളതല്ല, ഔട്ട്സൈഡ് ദി നെറ്റ്വർക്കിലേക്ക് നമുക്ക് മെസ്സേജുകൾ എത്തിച്ചേർക്കാൻ സാധിക്കും. ദി മെയിൻ പർപ്പസ് ഓഫ് SMTP ഈസ് യൂസ്ഡ് ടു സെറ്റ് അപ്പ് കമ്മ്യൂണിക്കേഷൻ റൂൾസ് ബിറ്റ്വീൻ സെർവേഴ്സ്. ദി സെർവർ ഹാവ് എ വേ ഓഫ് ഐഡൻറ്റിഫൈ ദംസെൽവ്സ് ആൻഡ് അനൗൺസിങ് വാട്ട് കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ദറ്റ് ആർ ട്രൈങ് ടു പെർഫോം. They also have a way of handling the errors such as incorrect email address. For example, if the recipient address is wrong, then receiving server reply with an error message of some kind. അപ്പോൾ ഈ SMTP എന്ന് വെച്ചാൽ
ഒരു സെറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് റൂൾസുകളാണ് അല്ലേ. സെർവേഴ്സ് ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ ഈ ഒരു മെസ്സേജിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ സെർവേഴ്സിന് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ എറേഴ്സുകളെയൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ നമ്മൾ റൈറ്റ് ചെയ്യുന്ന ഒരു റെസിപ്പിയൻ്റ് അഡ്രസ്സ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ഒരു മെസ്സേജ് വരും. എന്താണ്, നിങ്ങളുടെ ഒരു എറർ മെസ്സേജാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്, അണേബിൾ ടു സെൻഡ് ദി ഇമെയിൽ, അല്ലെങ്കിൽ ഈ ഒരു ഇമെയിൽ അഡ്രസ്സ് അവിടെ ഇല്ല, ഈ ഒരു ഇമെയിൽ അഡ്രസ്സിലുള്ള പേരിലുള്ള റെസിപ്പിയൻ്റ് ഇല്ല എന്നുള്ളൊരു മെസ്സേജ് ആയിരിക്കും നമുക്ക് വരാം. അപ്പോൾ ഇതൊക്കെ ഈ SMTPയുടെ കമ്മ്യൂണിക്കേഷൻ ഗൈഡ് ലൈൻസിൻ്റെ അകത്തുള്ള ഒരു സെറ്റ് ഓഫ് റൂൾസുകൾ ആണ്. ഇനി SMTPയുടെ കമ്പോണൻ്റ് ആണ് പറയുന്നത്. യൂസറുണ്ട്, അതിന് പറയുന്ന പേരാണ് SMTP ക്ലയൻറ്റ് ത്രൂ ദി ഇൻ്റർനെറ്റ് SMTP സെർവറിൽ. അപ്പം SMTP സെർവറിൽ നിന്നും ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫിഗർ റെപ്രസെൻറ്റേഷനാണ് ഈ കാണിക്കുന്നത്. ഫസ്റ്റ് വി വിൽ ബ്രേക്ക് ദി SMTP ക്ലയൻറ്റ് ആൻഡ് SMTP സെർവർ ഇൻ ടു 2 components such as user agent and mail transfer agent. നമ്മളിവിടെ ചെയ്യുന്നത് ഈ SMTP ക്ലയൻറ്റിനെയും SMTP സെർവറിനെയും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 2 കമ്പോണൻസ് ആണ് കൊടുക്കുന്നത്. ഒന്ന് യൂസർ ഏജൻറ്റും രണ്ടാമത്തത് മെയിൽ ട്രാൻസ്ഫർ ഏജൻറ്റും. ദി യൂസർ ഏജൻറ്റ് പ്രിപ്പേഴ്സ് ദി മെസ്സേജസ്, ക്രിയേറ്റ് ദി എൻവലപ്പ് ആൻഡ് ദെൻ പുട്ട്സ് ദി മെസ്സേജ് ഇൻ ടു എൻവലപ്പ്. ദി മെയിൽ ട്രാൻസ്ഫർ ഏജൻറ്റ് ട്രാൻസ്ഫർ ദിസ് മെയിൽ അക്രോസ് ദി ഇൻ്റർനെറ്റ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ SMTPക്കകത്ത് SMTP ക്ലയൻറ്റിൻ്റെ അകത്ത് ഒരു യൂസർ ഏജൻറ്റും ഉണ്ട്, അതുപോലെ തന്നെ മെയിൽ ട്രാൻസ്ഫർ ഏജൻറ്റും ഉണ്ട്. SMTP സെർവറിലും എന്താ ഉള്ളത്, ഒരു യൂസർ ഏജൻറ്റും മെയിൽ ട്രാൻസ്ഫർ ഏജൻറ്റും ഉണ്ട്. അപ്പോൾ ഈ SMTP ക്ലയൻറ്റിൻ്റെ അകത്തെ യൂസർ ഏജൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മെസ്സേജ് പ്രിപ്പയർ ചെയ്ത് അതിനൊരു എൻവലപ്പ് ക്രിയേറ്റ് ചെയ്യും. അതായത് ആർക്കാണ് ഈ മെസ്സേജ് അയക്കേണ്ടത് എന്നുള്ള ഒരു എൻവലപ്പ് ക്രിയേറ്റ് ചെയ്ത് മെയിൽ ട്രാൻസ്ഫർ ഏജൻറ്റിന് കൊടുക്കും. മെയിൽ ട്രാൻസ്ഫർ ഏജൻറ്റ് എന്താ ചെയ്യുക, ആ മെസ്സേജ് ഇൻ്റർനെറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗർ റെപ്രസെൻറ്റേഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ SMTP അലോസ് മോർ കോംപ്ലക്സ് സിസ്റ്റം ബൈ ആഡിങ് റിലേയിങ് സിസ്റ്റം. ഇൻസ്റ്റെഡ് ഓഫ് just having one MTA at sending side, one at receiving side, more MTAs can be added acting either as client on server to relay the email. അപ്പോൾ ഇനി ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ The relaying system without TCP/IP protocol can also be used to send the email to users, and this is achieved by the use of the mail gateway. The mail gateway is relay MTA that can be used to receive an email. അപ്പോൾ ഇവിടെ ആദ്യമേ നമ്മുടെ SMTP ക്ലയൻറ്റിൽ യൂസർ ഏജൻറ്റ് മെസ്സേജ് ക്രിയേറ്റ് ചെയ്ത് എൻവലപ്പ് സെറ്റ് ചെയ്ത് നമ്മുടെ MTAക്ക് കൊടുക്കും. MTA അത് ഇൻ്റർനെറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇൻ്റർനെറ്റിൽ നിന്നും SMTP സെർവറിൻ്റെ അകത്തുള്ള MTA മെയിൽ ട്രാൻസ്ഫർ ഏജൻറ്റ് അത് റിസീവ് ചെയ്ത് അതിൽ നിന്നും പർട്ടിക്കുലർ മെസ്സേജും എൻവലപ്പും യൂസർ ഏജൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ ചെയ്യുന്ന പ്രോസസ്സ്. ഇനി നമുക്കിതിൻ്റെ അകത്ത് എന്താണ്, ഒരു MTA, 2 സൈഡിലും മോർ ദാൻ 1 MTA മെയിൽ ട്രാൻസ്ഫർ ഏജൻസികളെ നമ്മൾക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് മോർ ദാൻ 1 MTAസിനെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ നോക്കി ഈ ഫിഗർ റെപ്രസെൻറ്റേഷൻ്റെ അകത്ത് MTA ക്ലയൻറ്റും ഉണ്ട്, MTA സെർവറിനുമുണ്ട്. അപ്പോൾ ഇവിടെ ഇൻ്റർനെറ്റിൻ്റെ അകത്ത് ഇത് റിലേയിങ് സിസ്റ്റം വിത്തൗട്ട് TCP/IP പ്രോട്ടോകോൾ ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ടു സെൻഡ് ഇത് ഇമെയിൽ ടു യൂസേഴ്സ്. അതായത് TCP/IP പ്രോട്ടോകോൾസ് യൂസ് ചെയ്യാതെ റിലേയിങ് സിസ്റ്റം ആണെന്ന് പറയുന്നത്. അതായത് മോർ ദാൻ 1 MTAസിനെ ആഡ് ചെയ്ത് ഇൻ്റർനെറ്റിൽ നമ്മൾക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും മെയിൽ ട്രാൻസ്ഫർ ഏജൻസികളെ. അപ്പോൾ വിത്തൗട്ട് TCP/IP പ്രോട്ടോകോൾസ് യൂസ് ചെയ്യാതെ തന്നെ ഈ ഇമെയിൽസിനെ എന്താണ് ഇമെയിൽസ് യൂസേഴ്സിലേക്ക് എത്തിച്ചേർക്കാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് അച്ചീവ്ഡ് ബൈ ദി യൂസ് ഓഫ് മെയിൽ ഗേറ്റ് വേ. അപ്പോൾ ഇവിടെ ആ ഒരു ഇതിന് പറയുന്ന പേരാണ് മെയിൽ ഗേറ്റ് വേ എന്നാണ് പറയുന്നത്. വിത്തൗട്ട് TCP/IP പ്രോട്ടോകോൾ വി ക്യാൻ സെൻഡ് ദി മെസ്സേജസ്. ഓക്കെ, അപ്പോൾ ഇത് മെയിൽ ഗേറ്റ് വേ ഈസ് എ റിലേ MTA ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു റിസീവ് ആണ്. അപ്പോൾ ഈ മെയിൽ ഗേറ്റ് വേ എന്ന് പറഞ്ഞത് ഒരു കളക്ഷൻ ഓഫ് MTAസിനെയാണ് ഈ മെയിൽ ഗേറ്റ് വേ എന്ന് പറയുന്നത്. അപ്പോൾ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദിസ് MTAs അല്ലെങ്കിൽ റിലേ MTAs ഇൻ്റർനെറ്റിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന MTAക്ക് പറയുന്ന പേരാണ് റിലേ MTAs. റിലേ MTAയുടെ കളക്ഷന് പറയുന്ന പേരാണ് എന്താണ്, മെയിൽ ഗേറ്റ് വേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ എന്താണ്, ഇത് മെയിൽ ഗേറ്റ് വേ ഈസ് റിലേ MTA ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു റിസീവ് ആൻ ഇമെയിൽസുകൾ റിസീവ് ചെയ്യാൻ വേണ്ടി ഈ എന്താണ് യൂസ് ചെയ്യുന്നത്, റിലേ ഗേറ്റ് വേസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഇൻ്റർനെറ്റിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന MTAസിന് പറയുന്ന പേരാണ് റിലേ ഗേറ്റ് വേ. മാറിപ്പോകല്. ദെൻ ദാറ്റ് ഈസ് MTA ക്ലയൻറ്റിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന MTA ആണ് MTA ക്ലയൻറ്റ്. SMTP ക്ലയൻറ്റിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന MTAക്ക് പറയുന്ന പേരാണ് MTA ക്ലയൻറ്റ്. SMTP സെർവറിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ക്ലയൻറ്റിന് പറയുന്ന പേരാണ് MTS സെർവർ എന്ന് പറയുന്നു. ഇനി ഇൻ്റർനെറ്റിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന MTAസിനാണ്
റിലേ MTA എന്ന് പറയുന്നത്. കളക്ഷൻ ഓഫ് MTMസിനെ പറയുന്ന പേരാണ് മെയിൽ ഗേറ്റ് വേ എന്ന് പറയുന്നത്. ഇത് മെയിൽ ഗേറ്റ് വേ വഴി നമുക്ക് മെസ്സേജസുകൾ റിസീവ് ചെയ്യാനും അതുപോലെ സെൻഡ് ചെയ്യാനും സാധിക്കുന്നു. ഇനി അടുത്തതാണ് വർക്കിംഗ് ഓഫ് SMTP എന്ന് പറയുന്നത്. ദി കമ്പോസിഷൻ ഓഫ് മെയിൽ. എ യൂസർ സെൻഡ് ആൻ ഇമെയിൽ ബൈ കമ്പോസിങ് ആൻ ഇലക്ട്രോണിക് മെയിൽ മെസ്സേജ് യൂസിങ് മെയിൽ യൂസർ ഏജൻറ്റ്. മെയിൽ യൂസർ ഏജൻറ്റ് വഴി മെയിൽ യൂസർ ഏജൻറ്റ് യൂസ് ചെയ്ത് ആദ്യത്തെ സ്റ്റെപ്പാണ് കമ്പോസിങ് ഓഫ് മെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഇലക്ട്രോണിക് മെയിൽ ക്രിയേറ്റ് ചെയ്യുകയാണ് മെയിൽ യൂസർ ഏജൻറ്റ് വഴി. മെയിൽ യൂസർ ഏജൻറ്റ് ഈസ് എ പ്രോഗ്രാം വിച്ച് ഈസ് യൂസ്ഡ് ടു സെൻഡ് ആൻഡ് റിസീവ് മെയിൽ. ഈ മെയിൽ യൂസർ ഏജൻറ്റ് വഴി ഇതൊരു പ്രോഗ്രാമാണ്. ഇതുവഴി നമുക്ക് മെയിൽ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ സെൻഡ് ചെയ്യും റിസീവ് ചെയ്യാം. ദി മെസ്സേജ് കണ്ടെയ്ൻ 2 പാർട്സ്, ബോഡി ആൻഡ് ഹെഡർ. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. മെയിൽ എന്താണ് യൂസർ ഏജൻറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് 2 പാർട്ടാണ്. ബോഡി പാർട്ടുണ്ട്, ഹെഡർ പാർട്ടുണ്ട്. ബോഡി എന്ന് പറയുന്നത് എന്താണ്? മെയിൻ പാർട്ട് ഓഫ് ദി മെസ്സേജ് ആണ്. ഹെഡർ ഇൻക്ലൂഡ് ഇൻഫർമേഷൻ സച്ച് ആസ് സെൻഡർ ആൻഡ് റെസിപ്പിയൻറ്റ് അഡ്രസ് ആണ് ഹെഡർ പോർഷൻ എന്ന് പറയുന്നത്. Header also include descriptive information such as subject of the message. In this case, the message body is like a letter and header is like an envelope that contain the recipient address. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ബോഡി ആൻഡ് ഹെഡർ എന്ന്. ബോഡിയിലാണ് നമ്മുടെ മെയിൻ മെസ്സേജിൻ്റെ കണ്ടൻസുകളൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഹെഡർ പോർഷൻ എന്ന് പറയുന്നത് റെസിപ്പിയൻ്റ് അഡ്രസ്സ് അതുപോലെ തന്നെ സബ്ജക്റ്റ് നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. അതാണ് കമ്പോസിങ് ഓഫ് മെയിൽ എന്ന് പറയുന്നത്. ഇത്രയും കാര്യം സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ മെയിലിനൊരു എൻവലപ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി സബ്മിഷൻ ഓഫ് മെയിൽ. ഇനി എന്താ ചെയ്യേണ്ടത്? ആഫ്റ്റർ കമ്പോസിങ് ആൻ ഇമെയിൽ, ദി മെയിൽ ക്ലയൻറ്റ് ദെൻ സബ്മിറ്റ് ദി കംപ്ലീറ്റഡ് ഇമെയിൽ ടു ദി SMTP സെർവർ ബൈ യൂസിങ് SMTP ഓൺ TCP പോർട്ട് 25. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ മെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതായത് ആ സെൻഡ് ചെയ്യുന്ന പ്രോസസ്സ്, സെൻഡ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇമെയിൽ SMTP സെർവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിന് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് SMTP സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഇത് TCP പോർട്ട് 25 ആണ് ഈ പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. എവിടെ? ഈ SMTP എന്ന് പറയുന്നത് TCP പോർട്ട് 25 ഒരു പ്രോട്ടോക്കോളാണ്. ഇനി എന്താ ചെയ്യുക? ഡെലിവറി ഓഫ് മെയിൽ. ഇമെയിൽ അഡ്രസ് കണ്ടെയ്ൻ 2 പാർട്ട്, യൂസർ നെയിം ഓഫ് ദി റെസിപ്പിയൻ ആൻഡ് ഡൊമൈൻ. ഫോർ എക്സാമ്പിൾ vivek@gmail.com. ഇതിൽ വിവേക് എന്ന് പറയുന്നത് എന്താണ്? യൂസർ നെയിമും, അതായത് റെസിപ്പിയൻ്റ് യൂസർ നെയിമും. gmail.com എന്ന് പറയുന്നത് ഡൊമൈൻ നെയിമാണ്. ഇഫ് ദി ഡൊമൈൻ നെയിം ഓഫ് ദി റെസിപ്പിയൻ്റ് ഇമെയിൽ അഡ്രസ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദി സെൻഡേഴ്സ് ഡൊമൈൻ നെയിം, ദെൻ ദി MSA വിൽ സെൻഡ് ദി മെയിൽ ടു ദി മെയിൽ ട്രാൻസ്ഫർ ഏജൻറ്റ്. ഇനി എന്താ ചെയ്യുക? ഈ MSA നമ്മൾ റെസിപ്പിയൻ്റ് അഡ്രസ്സൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് മെയിൽ ട്രാൻസ്ഫർ ഏജൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ടു റിലേ ദി ഇമെയിൽ ഇത് MTA വിൽ ഫൈൻഡ് ടാർജറ്റ് ഡൊമൈൻ. അതിൽ നിന്നും ഏത് ഡൊമൈനിലേക്കാണ് ഇത് എത്തിച്ചേർക്കേണ്ടത് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യും. ഇപ്പോൾ vivek@gmail.com എന്ന് പറയുമ്പോൾ gmail.com എന്ന് പറയുന്ന ഡൊമൈനിലാണ് എത്തിച്ചേർക്കേണ്ടത് അല്ലേ? അപ്പോൾ MTA ഫൈൻഡ് ഔട്ട് ചെയ്യും ഏത് ഡൊമൈനിലാണ് ഇത് എത്തിച്ചേർക്കേണ്ടത് എന്നുള്ളത്. എന്നിട്ട് എന്താ ചെയ്യുക? ഇറ്റ് ചെക്ക് ദി MS റെക്കോർഡ് ഫ്രം ഡൊമൈൻ നെയിം സിസ്റ്റം ടു ഒബ്റ്റെയിൻ ദി ടാർജറ്റ് ഡൊമൈൻ. ഇതിൽ നിന്ന് നമ്മൾ ഈ സെർവർ ഡൊമൈൻ നെയിം സിസ്റ്റം സെർവേഴ്സിൽ ഫൈൻഡ് ഔട്ട് ചെയ്ത് എവിടെയാണ് ഈ ഡൊമൈൻ ഉള്ളതെന്ന് കണ്ടുപിടിക്കും. ദി അതിൽ പറയുന്ന ഒരു റെക്കോർഡിൻ്റെ പേരാണ് MS റെക്കോർഡ്. ആ MS റെക്കോർഡിൻ്റെ അകത്ത് ഡൊമൈൻ നെയിം സിസ്റ്റത്തിൻ്റെ ഇൻഫർമേഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദി MS റെക്കോർഡ് കണ്ടെയ്ൻസ് ദി ഡൊമൈൻ നെയിം ആൻഡ് IP അഡ്രസ് ഓഫ് ദി റെസിപ്പിയൻ ഡൊമൈൻ. വൺസ് ദി റെക്കോർഡ് ഈസ് ലൊക്കേറ്റഡ് MTA കണക്ട് ടു ദി എക്സ്ചേഞ്ച് സെർവർ ടു ദി റിലേ മെസ്സേജ്. അപ്പോൾ ആ MS റെക്കോർഡിൽ നിന്നും ഡൊമൈൻ നെയിമും IP അഡ്രസ്സും ഫൈൻഡ് ഔട്ട് ചെയ്യും. എന്നിട്ട് എന്താ ചെയ്യുക? ഈ മെയിൽ ട്രാൻസ്ഫർ ഏജൻറ്റ് അതിൽ നിന്നും exchange ചെയ്യും. relay the messages, exchange server to relay the messages. Recipient and processing of mail അടുത്ത സ്റ്റെപ്പാണ്. once the incoming message is received, the exchange server delivered to the incoming server mail delivery agent which store the email where it wait for the user to retrieve it. recipient and processing of mails എന്ന് വെച്ചാൽ മെസ്സേജ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ the exchange server എന്താ ചെയ്തതെന്ന് വെച്ചാൽ മെയിൽ ഡെലിവറി ഏജൻറ്റ്, അതായത് ഈ ഒരു മെയിൽ പർട്ടിക്കുലർ റെസിപ്പിയൻ്റ് അഡ്രസ്സിലേക്ക് സെൻഡ് ചെയ്യും. വിച്ച് സ്റ്റോർ ദി ഇമെയിൽ വിച്ച് ഈസ് വെയിറ്റ് ഫോർ ദി യൂസർ ടു റിട്രീവ് ഇറ്റ്. അപ്പോൾ യൂസർ അത് ഓപ്പൺ ചെയ്യുന്നോടം വരെ ആ ഒരു മെസ്സേജ് അവിടെ കീപ്പ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇത് ആ മെയിൽ ഡെലിവറി ഏജൻറ്റ് സെർവറിൽ ഇത് കീപ്പ് ചെയ്ത് വെക്കും. ആക്സസ് ആൻഡ് റിട്രീവിംഗ് ഓഫ് മെയിൽ എന്ന് വെച്ചാൽ സ്റ്റോർ ഇമെയിൽ ഈസ് MTA ക്യാൻ ബി റിട്രീവ്ഡ് ബൈ യൂസിങ് മെയിൽ യൂസർ ഏജൻറ്റ്. അപ്പം ഇവിടെ മെയിൽ ഡെലിവറി ഏജൻറ്റിലാണ് നമ്മളത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ നിന്നും മെയിൽ യൂസർ ഏജൻറ്റ് ആ ഒരു MEO ക്യാൻ ബി ആക്സസ്ഡ് ബൈ യൂസിങ് ലോഗിൻ ആൻഡ് പാസ്വേഡ്. അപ്പോൾ ആ ഒരു ഏജൻറ്റ്
നമ്മുടെ യൂസർ ലോഗിൻ ചെയ്ത് കയറിക്കഴിഞ്ഞാൽ ആ ഒരു മെയിലിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ MDAയിൽ നിന്നും അതെങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും, മെയിൽ യൂസർ ഏജൻറ്റ് ആ ഒരു പർട്ടിക്കുലർ റെസിപ്പിയൻ്റ് അഡ്രസ്സിൽ അത് ട്രാൻസ്ഫർ ചെയ്ത് ദെൻ ആ റെസിപ്പിയൻറ്റിന് അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്രയും പ്രോസസ്സാണ് SNTPയിൽ നടക്കുന്നത്. അടുത്തതാണ് മെസ്സേജ് ആക്സസ് ഏജൻറ്റ്. ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേജസ് ഓഫ് ഇമെയിൽ ഡെലിവറി വി മേക്ക് യൂസ് ഓഫ് SMTP അല്ലേ, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ വഴിയാണ് നടക്കുക. SNTP ബേസിക്കലി എ പുഷ് പ്രോട്ടോക്കോൾ. ദി തേർഡ് സ്റ്റേജ് ഓഫ് ദി ഇമെയിൽ ഡെലിവറി മെയിൻലി നീഡ് ദി പുൾ പ്രോട്ടോക്കോൾ ആൻഡ് അറ്റ് ദി സ്റ്റേജ് ദി മെസ്സേജ് ആക്സസ് ഏജൻറ്റ് ഈസ് യൂസ്ഡ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടായിരുന്നു മെസ്സേജ് ഡെലിവറി ഏജൻറ്റിൽ നിന്നും മെസ്സേജ് ആക്സസ് ഏജൻറ്റാണ് ആ ഒരു മെസ്സേജ് പർട്ടിക്കുലർ റെസിപ്പിയൻറ്റ് ലോഗിൻ ചെയ്ത് ഓപ്പൺ ആക്കുന്നതോടം വരെ ഓപ്പൺ ആക്കുന്നത് അല്ലേ. അപ്പോൾ ദെൻ ഇതിൽ ഈ SNTP എന്ന് പറയുന്നത് പുഷ് പ്രോട്ടോക്കോളാണ്. നമ്മൾ സെൻഡ് ചെയ്യുന്ന മെയിൽ പർട്ടിക്കുലർ റെസിപ്പിയൻറ്റിലേക്ക് പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. തേർഡ് സ്റ്റേജ് എന്ന് വെച്ചാൽ ഇമെയിൽ ഡെലിവറി മെയിൻലി പുൾ പ്രോട്ടോക്കോളാണ്. ഓക്കെ, ദർ ആർ 2 മെസ്സേജ് ആക്സസ് ഏജൻറ്റ് അവൈലബിൾ. ദേ ആർ പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ വേർഷൻ 3 POP 3യും അതുപോലെ ഇൻ്റർനെറ്റ് മെയിൽ ആക്സസ് പ്രോട്ടോക്കോൾ IMAP 4ഉം ഉണ്ട്. ഇതിൽ 2 പ്രോട്ടോക്കോൾസാണ് ഈ മൂന്നാമത്തെ സ്റ്റേജിൽ യൂസ് ചെയ്യുന്നത് മെസ്സേജ് ആക്സസ് ഏജൻറ്റിന്. ഫസ്റ്റ് യൂസർ ഏജൻ്റ് ആയിരുന്നു, രണ്ടാമത്തത് മെസ്സേജ് ട്രാൻസ്ഫർ ഏജൻറ്റ്, അതിലാണ് SMTP യൂസ് ചെയ്യുന്നത്. മൂന്നാമത്താണ് മെസ്സേജ് ആക്സസ് ഏജൻറ്റ്. മെസ്സേജ് ആക്സസ് ഏജൻറ്റിൽ യൂസ് ചെയ്യുന്ന 2 ഏജൻസികളാണ് മെസ്സേജിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. 2 പ്രോട്ടോക്കോൾസുകളാണ് യൂസ് ചെയ്യുന്നത്, POP 3യും IMAP 4ഉം. POP എന്ന് വെച്ചാൽ പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ വേർഷൻ 3യും ദെൻ IMAP 4 എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റ് മെയിൽ ആക്സസ് പ്രോട്ടോക്കോൾ, അതിൻ്റെ വേർഷൻ 4ഉമാണ് യൂസ് ചെയ്യുന്നത്. താങ്ക് യു.